ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ക്രിസ്മസ് LED ലൈറ്റ്, ക്രിസ്മസ് ട്രീയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡെഡാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ചേസർ മോഡലാണ്. ഇതിൻ്റെ കൂടെ ഒരു ചേസർ വരുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റുമാണ് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഡെഡാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് നമ്മൾ തുടങ്ങുന്നതിന് ഈ ചേസറാണ് നമുക്ക് ഫസ്റ്റ് ഇളക്കേണ്ടത്. ഈ ചേസറിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ, ഇതിനകത്തുള്ള സർക്യൂട്ട് ഒക്കെയാണ് നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചേസർ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഫുള്ള് ലോക്ക് സിസ്റ്റത്തിലാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ഊരിയെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ സർക്യൂട്ട് ബോർഡ് കാണാം. ഇതിപ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡാമേജസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചേസർ ബോർഡ്. അപ്പോൾ ഈ ബോർഡ് ചെക്ക് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഫുള്ള് കരിഞ്ഞു പോയി. അതായത് ഷോർട്ട് സർക്യൂട്ടിലായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും വെള്ളം കൂടിയതായിരിക്കാം. അപ്പോൾ ഇത് ഫുള്ള് ഡെഡായിപ്പോയ അവസ്ഥയിലാണ്. അതായത് കത്തിക്കരിഞ്ഞു പോയി. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് സർവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിന് പകരം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയൊരു കൺട്രോളർ നമുക്ക് സെറ്റ് ചെയ്യാം. കൺട്രോളർ സെറ്റ് ചെയ്ത് നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷനാകാം. ഇതാണ് ഇതിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ ഒരു കൺട്രോളർ. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വയറിങ് എല്ലാം ഇതേ കണക്ക് നമുക്കിവിടെ സോൾഡർ ചെയ്യണം. അതാണ് ഇങ്ങനെ ഇതേ വയറുകൾ എല്ലാം കറക്റ്റായിട്ട് ആ സോൾഡറിങ് പോയിന്റുകളിൽ സോൾഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞു. പഴയതിൻ്റെ ആ വയറുകൾ അതേ കണക്ക് ഇപ്പുറത്ത് നമ്മൾ സോൾഡർ ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് പവർ ചെയ്ത് നോക്കാം. പവർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഓണാക്കാം. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് സിമ്പിളായിട്ട് സർവീസ് ചെയ്യാവുന്നതാണ്. ഈ LED ലൈറ്റുകൾ ഇത് കണക്ക് സിമ്പിളായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ നോക്കണം. ഇത് 4 വയർ 5 വയർ അങ്ങനെയുണ്ട്. അതായത് ഈ വെള്ള വയറുകളുടെ എണ്ണം അത് 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കൺട്രോളർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ചേസറിൻ്റെ നമുക്ക് സ്പീഡും കാര്യങ്ങളും എല്ലാം ഈ ചെറിയ ബട്ടനാണ് ഇവിടെ. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡും ഇതിൻ്റെ ഡിസൈൻ എല്ലാം മാറ്റാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് സർവീസ് ചെയ്യാവുന്നതാണിത്. അപ്പോൾ ഇതിന് ഏകദേശം മാർക്കറ്റിൽ 80 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഒരു സോൾഡറിങ് ചെയ്യാൻ അറിയാവുന്ന ആർക്കും സിമ്പിളായിട്ട് ഇത് സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ ഇതേപോലെയുള്ള LED മാലകളൊന്നും കളയാതെ ഇത് സിമ്പിളായിട്ട് സർവീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഫിനിഷ് ആയിരിക്കുന്നു. ഇത് ഒരു ഗ്ലൂ ഗണ്ണോ മറ്റോ വെച്ചിട്ട് ഈ വയറുകളൊന്ന് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ സോൾഡറിങ് ഈ വയറുകൾ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പശയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അവിടെ ഫിക്സ് ചെയ്യിക്കുക. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സർവീസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.